ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അച്ഛനും മോനും ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും താമസിച്ചാണ് എഴുന്നേറ്റത്. ഒരുപോലെ തന്നെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ആദ്യം തന്നെ ചായ ഇടാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ചായ ഇടത്തുള്ളായിരുന്നു. ഇതിപ്പം ശ്രീമോനും ഉണർന്നത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീമോൻ മൂശാട്ട കാണിച്ച് വരും, അവനെ എടുക്കണം, അവൻ്റെ പുറകെ നടക്കണം. അങ്ങനെ വീഡിയോസ് എല്ലാം കട്ട് ചെയ്താണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കയറ്റിയേക്കുന്നത്. ചായ ഇടുന്നെന്ന് പറഞ്ഞാലും ഒരാൾക്ക് മാത്രമേ ഇവിടെ ചായ ഉള്ളൂ. എനിക്ക് കോഫി, കാശിക്ക് ശ്രീമോനും ബൂസ്റ്റ്, ഏട്ടന് ചായ. അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് ചായയൊന്നും വേണ്ട, അമ്മച്ചി കാപ്പി ഇട്ട് കുടിക്കും. അത് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി എഴുന്നേറ്റുകൊണ്ട് കാപ്പി ഇട്ട് അമ്മച്ചി കുടിക്കുകയും ചെയ്ത്. എന്നിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അടുക്കളയിലോട്ട് വരാത്തത്. രാവിലെ മധുരക്കിഴങ്ങ് പുഴുങ്ങാമെന്നും പറഞ്ഞ് അതും പൊളിച്ച് പറക്കിക്കൊണ്ട് ഹാളിൽ ഇരിപ്പുണ്ട്. ഹോട്ടലിലെ കാര്യം പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങൾ മെനു അനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ബൊഫേ ആയിരിക്കും രാവിലത്തെ കാപ്പി. എനിക്ക് ദോശ ഇഡലിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയോ മാഗിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അച്ഛനും മക്കൾക്കും ദോശയോ ഇഡലി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത്. ഇന്നലെ ഞങ്ങൾ കടയിൽ പോയായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പം മധുരക്കിഴങ്ങ് കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടമാണ്, അതങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ രാവിലെ എല്ലാവർക്കും മധുരക്കിഴങ്ങാക്കാമെന്ന് കരുതി. പിന്നെ ഏട്ടൻ ഇന്നലെ പറഞ്ഞു ഏട്ടൻ ഇന്ന് പഴഞ്ചോറ് വേണമെന്ന് വെച്ചാൽ പഴങ്കഞ്ഞി. ഞങ്ങളുടെ അവിടെ ഒന്നും പഴഞ്ചോറെന്ന് പറയത്തില്ല. എൻ്റെ വീട് പത്തനംതിട്ടയാണ്, ഇവിടെ കൊല്ലത്താണ് പഴഞ്ചോറെന്ന് പറയുന്നത്. ഞങ്ങൾ പഴങ്കഞ്ഞി എന്ന് പറയും. അങ്ങനെ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ മീൻ നോക്കി പോയിട്ട് മീൻ കിട്ടിയില്ല. അങ്ങനെ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു. രാവിലെ ചിക്കൻ കറിയും വെച്ച് ചീനിയും വേവിച്ച് മോരുകറി ഇന്നലെ വെച്ചുണ്ടായിരുന്നു. എങ്കിലും പഴഞ്ചോറിന് മോരുകറി വേണ്ടല്ലോ. തൈരുണ്ട്, മുളകുണ്ട്. പിന്നെ മീൻ കിട്ടാത്തത് കൊണ്ട് ഒരു നിരാശയുണ്ട് ഏട്ടന്. അങ്ങനെ പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചു. കാശിക്ക് ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കണം, അത് ഇഷ്ടമാണ്, അത് കഴിക്കും. അതുകൊണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചീനി വേവിച്ചു. ഞങ്ങൾ കൊത്തി അരിയത്തില്ല, എല്ലാം ഞാൻ ചീകി അരിയാറ്. അമ്മച്ചിയാണ് സാധാരണ അരിയുന്നത്. അമ്മച്ചി ഇന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ വയ്യാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു നീ അരിഞ്ഞോ നീ. പിന്നെ എല്ലാം ഇന്ന് കുക്കറിലാണ് വെച്ചത്. ചീനി ആയാലും ചിക്കൻ ആയാലും എല്ലാം കുക്കറിലുള്ള പരിപാടിയായിരുന്നു. താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പം ഉച്ചയാവുന്നതിന് മുമ്പെങ്കിലും പഴങ്കഞ്ഞി കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് എല്ലാം കുക്കറിൽ വെച്ചത്. സാധാരണ അല്ലാതെ എനിക്ക് ഇരുമ്പ് ചീനിച്ചട്ടിയിലും അല്ലാതെ ഉരുളിയിലും ഒക്കെ ചിക്കൻ കറി വെക്കുന്നതാണ് ഇഷ്ടം. അമ്മച്ചി ഉള്ളത് കൊണ്ട് നല്ല സഹായമാണ്. അമ്മച്ചി എല്ലാം അരിഞ്ഞ് പറക്കി എല്ലാം തരും. അങ്ങനെ പിന്നെ മധുരക്കിഴങ്ങെല്ലാം രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കിടന്നത്. അതിന് രാവിലെ അമ്മച്ചിക്ക് പരവേശമായിരുന്നു. അങ്ങനെ അമ്മച്ചി രാവിലെ തന്നെ മധുരക്കിഴങ്ങ് കഴിച്ചു. മിക്ക ദിവസങ്ങളിലും രാത്രിയിലൊന്നും കഴിക്കത്തില്ല, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ രാവിലെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയുടെ പുറകെ പോയി ചിക്കൻ കറി വെക്കുകയാണ് കുക്കറിൽ. കുക്കറിൽ വെച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. 3 വിസിലടിച്ചപ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് നല്ല പരുവമായി. ഇത് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ ശ്രീമോൻ വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ ശ്രീമോനെ എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ എടുത്തത്. അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ ലോങ് ആയിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ ഇച്ചിരി സ്പീഡാക്കി വീഡിയോ കണ്ടു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നി. എല്ലാം ആടിത്തൂങ്ങി. ഇത്രയും സ്പീഡിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നെങ്കിൽ എന്ത് പെട്ടെന്ന് എൻ്റെ ജോലികൾ അവസാനിച്ചേനെ. അപ്പോൾ രാവിലെ കാശിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷന് പോകണ്ടെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് വിശക്കുന്നെന്നും പറഞ്ഞ് ചീനിയും ചിക്കനും വേണമെന്നും പറഞ്ഞ് കഴിച്ച മോനാണ് എൻ്റെ മുതൽ. അവനാണെങ്കിൽ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല, ചിക്കൻ ഇഷ്ടമാണ്, ചീനി അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. എങ്കിലും ട്യൂഷന് പോയി സമയം കളയാൻ വേണ്ടിയിട്ട് അവനത് കഴിച്ച്. പിന്നെ ദേവദൂതനെ പോലെ എൻ്റെ അച്ഛൻ ഇന്ന് കുറേ മീനും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏട്ടന് ഒരുപാട് സന്തോഷമായി. എൻ്റെ കൂടെ നിൽപ്പുണ്ട് മീൻ കണ്ടതിൻ്റെ സന്തോഷത്തിൽ. അമ്മ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ മീനൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അച്ഛൻ ഹാർബറിൽ പോയി വാങ്ങിച്ചിട്ട് വന്ന മീനാണ്. കുറേ നെത്തോലിയും നെയ്മീൻ കുഞ്ഞും കുഞ്ഞ് അയലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പെട്ടെന്ന് തന്നെ എല്ലാം അത് വെട്ടി വൃത്തിയാക്കി അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് പഴഞ്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് 3 നെയ്മീൻ കുഞ്ഞാണേ അതെടുത്ത് അരപ്പ് വെച്ച് അങ്ങനെ അത് വറുത്ത് വെച്ചിട്ട് ഞാൻ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകാൻ. തുണിയെല്ലാം വിരിച്ച് കുളിച്ച് റെഡിയായി. ഒരു ആണ്ടുണ്ടായിരുന്നു ഇന്ന് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ. അപ്പോൾ അങ്ങനെ അതിന് പോകാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ പാചകങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോയി. കുളിച്ച് റെഡിയായി. ഞങ്ങളങ്ങനെ ആണ്ടിൻ്റെ പള്ളിയിലായിരുന്നു കേട്ടോ. അത് തോപ്പിൽ പള്ളി നമ്മുടെ ബീച്ചിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും.
ശ്രീമോനെ രാവിലെ കുളിപ്പിച്ചായിരുന്നു. അവനെ സാധാരണ 8 മണിയാകുമ്പോഴേ ഞാൻ കുളിപ്പിക്കുന്നതാണ്. ഇന്ന് താമസിച്ചു പോയി. ഇന്ന് 10 മണിയായി കുളിപ്പിച്ചപ്പം. നേരത്തെ കുളിപ്പിച്ചില്ലെങ്കിൽ കുഞ്ഞിനങ്ങ് മൂശാട്ടയാണ്. അങ്ങനെ അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ കുളിക്കാനും എടുക്കാനൊക്കെ പോയത്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോഴും കുഞ്ഞുറക്കമാണ്. അങ്ങനെ പിന്നെ ഏട്ടൻ കയറി റെഡിയാവാൻ പോയി. ഏട്ടൻ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ശ്രീമോനും ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീമോനെ വേഗം തന്നെ ഞാൻ റെഡിയാക്കി. അപ്പോഴത്തേക്ക് ഏട്ടൻ കാശിയെ വിളിച്ചുകൊണ്ട് വന്നു. യൂട്യൂബ് കാണാനുള്ള സന്തോഷം കൊണ്ട് നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊപ്പിപ്പള്ളിയിലോട്ട് പോയി. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും കുറച്ച് ഡാർക്ക് ഫാൻറ്റസിയുടെ മിഠായികളെല്ലാം തിന്ന് തീർത്തോടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് കരുതി മേളിൽ വന്നു. അങ്ങനെ കിടന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.